നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് ആവേശം കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് കണ്ടു, വിവിധ മേഖലകളിൽ നിന്ന് കണ്ടു, ഒരുപാട് ആളുകളുടെ വിശേഷങ്ങൾ കേട്ടു. അപ്പോൾ അതിനൊക്കെ അപ്പുറം ഈ ന്യൂസ് റൂമുകളിലെ തെരഞ്ഞെടുപ്പ് വിശേഷം എങ്ങനെയാണെന്ന് അറിയാം. അതെ, തീർച്ചയായും അറിയേണ്ടതുണ്ട്. അത് പ്രേക്ഷകർക്ക് കൂടി അറിയേണ്ടതുണ്ട്. അതിലേക്ക് തന്നെയാണ് ഇനിയിപ്പോൾ കടക്കുന്നത്. 24 വാർത്താമുറിയുടെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് എത്തുകയാണ് മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരി. കാണാം. നമ്മളിപ്പോ കൊച്ചിയിലെത്തി, നമ്മളുടെ ഓഫീസിലാണ് അല്ലേ? പുറത്തൊക്കെ നല്ല തിരക്കാണ് തെരഞ്ഞെടുപ്പിന്റെ. നമ്മുടെ ഓഫീസിലും എങ്ങനെയാണ് തിരക്കെന്നൊന്ന് അറിയാം. നമുക്ക് ആദ്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് നമ്മളുടെ ഓഫീസ്. അതെ 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 സാറുണ്ട്, നല്ല തിരക്കിലാണ്. നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്രയാണ്. കൊച്ചിയിലെത്തി. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ യാത്ര? നന്നായി. ഞാൻ ശ്രദ്ധിച്ചു. കൊള്ളാം, ഇതൊരു പുതുമയാണ്. സാധാരണ ദമ്പതി ജേർണലിസ്റ്റ് എന്നൊരു സംഭവമില്ലല്ലോ സാർ. നമ്മളപ്പോ ഇതിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ കപ്പിൾസ് ആയതുകൊണ്ട് ഇവിടെ എത്തി സാറിനെയും ഉഷ മാമിനെയും കൂടി ഒന്ന് കണ്ട് സംസാരിക്കാം. ഉഷ മാം ഇവിടെ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് സാർ തെരഞ്ഞെടുപ്പിന്റെ ഒരു തിരക്ക്? ശരിക്കും നമ്മൾ ഈ നാട്ടുമ്പുറത്തൊക്കെ ഉത്സവം നടക്കത്തില്ലേ, അതുപോലൊരു സംഭവമാണ്. അപ്പോൾ മാത്രമല്ല ഇത്തവണ എന്ന് പറഞ്ഞാൽ ഈ പങ്കെടുക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ തന്നെ ഉത്സവം നടത്തിപ്പോർ അവരും നല്ല ടെൻഷനിലും വാശിയിലുമാണ്. അതിൻ്റെ കൂടെയാണ് ഈ മീഡിയ കോമ്പറ്റീഷനും ഭയങ്കര കൂടി. അപ്പോൾ എല്ലാ രീതിയിലും മത്സരമാണ്. ഞാൻ മുന്നേ എന്നുള്ള ശ്രമത്തിനിടയിൽ നമ്മൾ ഓടി തന്നെ. നമ്മൾ ഈ കപ്പിൾസ് ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഒരു ഫേമസ് കപ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരാണ്. എങ്ങനെയാണ് നമ്മളുടെ ഡെസ്ക് ഊർജ്ജമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ? തീർച്ചയായും. ശരിക്കും പ്രക്ഷേപണത്തിൽ ഞാൻ നേരിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു കൊടുക്കും. ഞാൻ കൂടെ തന്നെ ഉണ്ട്. അവരുടെ വെൽഫെയർ ഹെൽത്താണ് എൻ്റെ ലക്ഷ്യം. അത് അവർക്ക്, ഞങ്ങൾക്ക് SK പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കൊരു ഉത്സവം പോലാണിത്. ഇങ്ങനെ എന്ത് ഫംഗ്ഷൻ വന്നാലും ഞങ്ങളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഇവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു സ്ഥാപനത്തിലും ഇല്ലാത്ത ഒരു യൂണിറ്റി, ഒരു എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതും എല്ലാം അതൊരു പ്രത്യേകതയാണ്. ഞങ്ങൾക്കൊക്കെ അതൊരു ഭയങ്കര ഒരു ഉത്സാഹമായി അവരെ ഇങ്ങനെ ഇവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സാറിന്റെ മാമിനെ കാണുമ്പോൾ മൊത്തത്തിലൊരു പോസിറ്റീവ് ഫീലാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂട് നമ്മുടെ ഡെസ്കിൽ ഇതുവരെ എത്തി എന്നൊന്ന് നോക്കട്ടെ സാർ. ഓക്കെ സാർ, നമ്മുടെ ഡെസ്കാണ്. എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിലും അതിന്റെയൊക്കെ ഒരു പ്രവർത്തനത്തിലൊക്കെയാണ്. നമ്മുടെ അസൈൻമെന്റിന്റെ അൻവറൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂട്? എന്തായാലും നിങ്ങൾ പുറത്ത് പോയപ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്താ? ഇപ്പൊ ഒരു തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ എത്തിയല്ലോ. ഒറ്റ കാര്യം പറയാം, വോട്ട് പെർസെന്റേജ് കൂടും. ദിലീപേട്ടന്റെ ആരാധകരെ കുറെ പേരെ കണ്ടു. ആരാധകരല്ല, എന്നാലും സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിനെല്ലാം സജ്ജമായി കഴിഞ്ഞു എന്ന് മാത്രമല്ല, സജ്ജമായി എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പിനുള്ള സജ്ജം, വോട്ടെണ്ണലിന് സജ്ജം. അല്ലാതെ നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ വളരെ മുന്നിലാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള വാർത്തകൾ, സ്ഥാനാർത്ഥികളുടെ മുഖാമുഖങ്ങൾ, നേതാക്കളുടെ ആദ്യ പ്രതികരണങ്ങൾ, ഇതൊക്കെയായിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഉഷാറാക്കുകയാണ്. വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു കഠിനാധ്വാനം. അല്ല, എപ്പോഴും ഈ ന്യൂസ് റൂം എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ആ മൂഡിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഒന്നിനൊന്ന് എന്താണ് ഒരു ഫൈറ്റ് ചെയ്ത് പോകുന്നു. ഓരോ ദിവസവും പുതിയ വാർത്തകൾ വരുമ്പോൾ അതെങ്ങനെ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നാണ് നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്നു എല്ലാവരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസ് റൂമിൽ എങ്ങനെയുണ്ട് നമ്മളുടെ ഒരു പ്രവർത്തനം? എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. അതെ അതെ, നല്ല ആവേശത്തിലും തിരക്കിലാണ്. ആവേശത്തിനേക്കാൾ കൂടുതൽ തിരക്കിലാണ് ഡെസ്ക് എന്തായാലും ഉള്ളത്. കുറെ പേര് ഇനിയും കാണാനുണ്ട്. ഇവിടെ ഇത്ര പേര് നല്ല ഓട്ടത്തിലാണ്. എങ്ങനെയുണ്ട് നമ്മളുടെ ഒരു ഇലക്ഷൻ ചൂട്? എങ്ങനെ പോകുന്നു? 24നെ സംബന്ധിച്ച് നമ്മൾ എല്ലാ വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളിലും ആണ്. നമ്മളുടെ റിപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെ ഫീൽഡിൽ നിന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ്സുകൾ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ പോകുന്നു? ചൂട് ഇതുവരെ എത്തി എന്നറിയാൻ. ഇലക്ഷൻ ചൂട് നമ്മൾ എന്താ പറയുന്ന റിസൾട്ട് പരമാവധി അതേസമയം യഥാസമയം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഉണ്ണിച്ചേട്ടൻ, നമ്മള് ഇലക്ഷൻ മാസ്റ്റേഴ്സ് ആണ്. അപ്പോ ഇത്തവണ ഇലക്ഷൻ അവസാനത്തിലെ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മുടെ എന്താണ് ഇത്തവണത്തെ ഒരു സസ്പെൻസ് നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് സസ്പെൻസുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിപ്പോൾ പറയാൻ അതിൻ്റെ ഒരു സസ്പെൻസ് പോകും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പറയുന്നില്ല. ഇലക്ഷൻ ഡേ ഒപ്പം തന്നെ കൗണ്ടിങ്ങിനും ഒരു സസ്പെൻസ് പ്രേക്ഷകർക്കായി കാത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇലക്ഷൻ യാത്ര തുടരുകയാണ് അല്ലേ? അതെ, തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.